സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ആടുജീവിതം. നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ബോക്സ് ഓഫീസിലും ഞെട്ടിക്കുന്ന പ്രകടനമാണ് ആടുജീവിതം എന്ന സിനിമ കാഴ്ചവെച്ചത്. ആദ്യ ദിവസം തന്നെ വേൾഡ് വൈഡിൽ നിന്നും 16.05 കോടിയുടെ കളക്ഷനാണ് റിപ്പോർട്ട് ചെയ്തത്. രണ്ടാം ദിവസമായപ്പോഴേക്കും അത് 30 കോടിയായി മാറി. രണ്ടാം ദിവസം 14 കോടിക്ക് മുകളിലുള്ള വേൾഡ് വൈഡ് കളക്ഷനാണ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ 2 ദിവസം കൊണ്ട് 30 കോടി എന്ന ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് വേൾഡ് വൈഡിൽ നിന്നും എത്തിയതും. ഗംഭീരമായ ഒരു ബോക്സ് ഓഫീസ് കണക്കുകളൊക്കെയാണ് ആടുജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഏറ്റവും വേഗത്തിൽ 50 കോടി മറികടക്കുന്ന ചിത്രമായി ആടുജീവിതം മാറും എന്ന് ട്രേഡ് അനലിസ്റ്റുകൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും വേഗത്തിൽ 50 കോടി അടിക്കുന്ന മോളിവുഡ് ചിത്രമായി ആടുജീവിതം മാറുമ്പോൾ ഓപ്പണിംഗ് വീക്കെൻഡിലും ഒരു റെക്കോർഡ് ആടുജീവിതം സ്വന്തമാക്കും. 60 കോടിക്ക് മുകളിൽ ഓപ്പണിംഗ് വീക്കെൻഡിൽ നേടാൻ പോകുന്ന ചിത്രവും ആടുജീവിതമാകും എന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ ഇപ്പോഴേ വിധി എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ഒരു ബിഗ് ബജറ്റ് സിനിമ പെർഫോം ചെയ്യേണ്ടത് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. GCCയിലും ഗംഭീര ഓപ്പണിംഗ് ആണ് ചിത്രം നേടിയിരിക്കുന്നതും. ഇതിനിടയ്ക്കാണ് ചിത്രത്തിന്റെ അണിയറയിൽ നടന്ന ഗംഭീര ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇതിന്റെ അണിയറ പ്രവർത്തകരും എത്തുന്നത്. ഏറ്റവും പാടുപെട്ട് ഷൂട്ട് ചെയ്ത ഒരു ചിത്രം എന്നൊക്കെ പറയാവുന്ന ചിത്രം തന്നെയാണ് ആടുജീവിതം. ചിത്രത്തിലെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ 35 ടേക്കോളം പോയ ഒരു സീനെ കുറിച്ച് പറയുകയാണ് അസോസിയേറ്റ് ഡയറക്ടർ റോബിൻ ജോർജ്. അത് ഏത് സീനായിരിക്കും? എല്ലാ സീനുകളും വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ബ്ലെസ്സിയും അണിയറ പ്രവർത്തകരും ഷൂട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. എന്നാലും 35 ടേക്കോളം എന്ന് കേൾക്കുമ്പോൾ സിനിമാ പ്രേമികളും അതിശയിച്ചു. ചിത്രത്തിൽ നജീമിന്റെ അടുത്തേക്ക് വരുന്ന ആടിന്റെ ഷോട്ട് എടുക്കാൻ സമയമെടുത്തോ എന്ന ചോദ്യത്തിന് ഒരുപാട് സമയമെടുത്തു എന്നായിരുന്നു റോബിൻ ജോർജിന്റെ മറുപടി. ആ സീൻ എടുക്കാൻ 35 ടേക്കോളം പോയെന്നും റോബിൻ പറഞ്ഞു. അതൊരു ചെറിയ ആട് ആയിരുന്നെന്നും ആ സീൻ ഒരുപാട് തവണ ഷൂട്ട് ചെയ്തെന്നും റോബിൻ പറയുന്നുണ്ട്. തനിക്ക് ഒരുപാട് സമയമെടുത്തു, എനിക്ക് തോന്നുന്നു 35 ടേക്കോളം പോയിരുന്നു. ഒന്നാമത്തേത് അതൊരു കുഞ്ഞാടാണ്. ആട് ഒരു പൊസിഷനിൽ നിന്ന് രാജുവിന്റെ അടുത്തേക്ക് വരണം. ചില സമയത്ത് ആട് നടന്നു വന്നിട്ട് അവിടെ നിൽക്കും, ചിലപ്പോൾ തിരിച്ചു പോകും. ഇതെല്ലാം ചെയ്തു. അവസാനമാണ് അവിടെ വരെ എത്തുന്ന ടേക്ക് കിട്ടിയത്. പിന്നെ അവിടുന്ന് മുകളിലേക്ക് നോക്കുന്നത് എടുത്തു. അതിൽ കുബൂസ് ആയിരുന്നു മെയിൻ. കുബൂസ് കാണിച്ചാണ് നമ്മൾ ഇവരിൽ നിന്നും ആ ഷോട്ട് എടുക്കുന്നത്, റോബിൻ പറഞ്ഞു. സിനിമ കണ്ടവർക്ക് മനസ്സിലാകും ആ ആടിന്റെ ഷോട്ട് എത്ര ഗംഭീരമായിട്ടാണ് ആ ചിത്രത്തിൽ വന്നിരിക്കുന്നത് എന്ന്. അതൊരു ബ്രില്യന്റ് സീൻ കൂടിയായിരുന്നു. ആടിനെയും ഒട്ടകത്തെയും അഭിനയിപ്പിച്ചപ്പോഴുള്ള അനുഭവം റോബിൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ആടിനെയും ഒട്ടകത്തിനെയും അഭിനയിപ്പിക്കാൻ നല്ല പാടായിരുന്നു. നോർമൽ ആനിമൽ പോലെയല്ല, ട്രെയിൻ ആവാത്ത ഒരു ആനിമലാണ് പ്രത്യേകിച്ചും ആടുകൾ. അവിടെ എത്തിയതിനു ശേഷമാണ് അവിടെയുള്ള ആട്ടിടയന്മാരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളും പഠിച്ചു. അവർ ആടിനെ വിളിക്കാൻ ചില നോയ്സ് ഉണ്ടാക്കും. ഇതെല്ലാം പഠിച്ചു. കുബൂസ് എല്ലാം കൊടുത്താണ് ഞങ്ങൾ അത് ചെയ്തത്. നജീബിന്റെയും ഹക്കീമിന്റെയും റിയാക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു ആടിന്റെ റിയാക്ഷൻ എടുക്കാം എന്ന് ബ്ലെസ്സി സാർ പറയും. അപ്പോൾ ആ റിയാക്ഷൻ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇരുന്ന് ആലോചിക്കുകയാണ് എങ്ങനെ റിയാക്ഷൻ കൊടുക്കും എന്ന്. ഇതിനൊരു പ്രൊഫഷണൽ ട്രെയിനർ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വേണമെങ്കിൽ ആടിനെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാം എന്നാണ് റോബിൻ പറയുന്നത്. ഇതുകൂടാതെ ഈ സിനിമയിൽ കുറെ ബ്രില്യന്റ് സീനുകൾ ഷൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവരൊക്കെ. അതിലൊന്നായിരുന്നു മണൽക്കാറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ. മരുഭൂമിയിലെ മണൽക്കാറ്റിൽ നജീബും ഹക്കീമും ഹാദിരിയും പെട്ടുപോകുന്ന ഭാഗങ്ങൾ ടെൻഷനോടെയായിരുന്നു പ്രേക്ഷകർ കണ്ടത്. അതെങ്ങനെ ചിത്രീകരിച്ചു കാണും എന്നതായിരുന്നു വലിയ ആകാംക്ഷയോടെ പ്രേക്ഷകർ കേൾക്കാനിരുന്നത്. ഹെലികോപ്റ്ററുകൾ വെച്ച് കാറ്റുണ്ടാക്കി ഷൂട്ട് ചെയ്യാനായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അതിന്റെ കാരണം പ്രൊപ്പല്ലർ വെച്ച് ഷൂട്ട് കാറ്റുണ്ടാക്കിയാൽ അധികം ദൂരം അത് വെക്കാൻ പറ്റില്ല. ക്യാമറയൊക്കെ പ്രൊപ്പല്ലറിന്റെ അടുത്ത് തന്നെ വെക്കണം. അത് പോസിബിൾ ആവില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഹെലികോപ്റ്റർ വെച്ച് കാറ്റുണ്ടാക്കാമെന്ന് തീരുമാനിച്ചത്. ആർമിയോട് പേപ്പർ ചോദിക്കാമെന്നൊക്കെ അവിടുന്ന് തീരുമാനിച്ചിരുന്നു. അങ്ങനെ അതെല്ലാം പ്ലാൻ ചെയ്ത് അൾജീരിയയിൽ ഷൂട്ടിനെത്തി. ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഇടയ്ക്കൊക്കെ വെതർ അലർട്ട് പറയുന്നുണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് മണൽക്കാറ്റുണ്ടാകും. ആ സമയത്ത് ആരും പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഇക്കാര്യം വിളിച്ചു പറയുന്നത്. ഇത് കേട്ടപ്പോഴാണ് ഒറിജിനൽ മണൽക്കാറ്റിൽ ഈ സീൻ ഷൂട്ട് ചെയ്താലോ എന്ന് തോന്നിയത്. അങ്ങനെ കാറ്റടിക്കുന്ന സമയത്ത് എല്ലാവരും ഷൂട്ടിന് റെഡിയായി അതിന്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്തു. ദൂരെ നിന്ന് കാണുന്ന ഷോട്ടൊക്കെ VFX ആയിരുന്നു. അതിന്റെ ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്ത സമയത്ത് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മണൽത്തരികളൊക്കെ നമ്മുടെ ബോഡിയിൽ വന്നിടിച്ച് പോകുമ്പോൾ നമ്മുടെ ബോഡി ചാർജ് ആകും. സ്റ്റാറ്റിക് കറണ്ട് നമ്മുടെ ബോഡിയിൽ ഫോം ചെയ്യും. ആ സമയത്ത് നമുക്ക് ഒന്നും തൊടാൻ പറ്റില്ലായിരുന്നു. തൊട്ടാൽ ഷോക്ക് അടിക്കും. ആളുകളൊക്കെ ഡിസ്റ്റൻസ് വിട്ടായിരുന്നു നിന്നിരുന്നത്. ആർക്കും ആരെയും തൊടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതൊക്കെ. ഇത് പറയുന്നത് സിനിമയുടെ ഛായാഗ്രഹകൻ സുനിൽ KS ആണ്. അങ്ങനെ ചില ഗംഭീര സീനുകളൊക്കെയാണ് ആടുജീവിതത്തിൽ നമ്മളെ ഞെട്ടിപ്പിച്ചതും.